ഈ ബസ്സിലേക്ക് വീണ്ടും ഇനി ചില തമിഴ് സിനിമാ വിശേഷങ്ങളാണ്. ധനുഷ് എഴുതി സംവിധാനം ചെയ്ത് നിർമ്മിക്കുന്ന സിനിമയാണ് പവർ പാണ്ടി. സിനിമ ഇതിനോടകം തന്നെ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിലെ പാട്ടുകളൊക്കെ പുറത്തിറങ്ങി. ഇപ്പോൾ സിനിമയുടെ ട്രെയിലർ കൂടി വന്നിരിക്കുകയാണ്. രാജ്കിരണാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഈ നായകവേഷത്തിൻ്റെ ചെറുപ്പകാലം അവതരിപ്പിക്കുന്ന ധനുഷ് തന്നെയാണ്. ഈ ചെറുപ്പകാലത്ത് മലയാളത്തിലെ ഒരു താരവും അഭിനയിക്കുന്നുണ്ട്. മഡോണ സെബാസ്റ്റ്യനാണ് നായികാവേഷത്തിൽ എത്തുന്നത്. സിനിമയുടെ ട്രെയിലർ. நாட்டத்தை எப்படியா ஜெயிச்சிரும்டா. ஜெயிச்சிட்டான் வை. காலி ஊருக்குள்ள பட்டையை கிளப்பிடலாம்ல. தப்பான டீம் மாப்ள. ரெண்டு விளையாடுறதுக்கு ஒருத்தராவது வேணும்ல. பரவாயில்ல, இன்ட்ரெஸ்டிங்கா இருக்கு. நான் பார்த்துட்டு போறேன். அப்படியா? ரைட்டு. என் கூட வர உனக்கு இஷ்டம் இல்லையா? இல்ல, என் கூட துணையா வர உனக்கு இஷ்டம் இல்லையான்னு கேட்டேன். I love you. நானும் I love you. ഡോറ എന്ന ഹൊറർ ത്രില്ലറിന് ശേഷം നയൻതാരയുടെ മറ്റൊരു സിനിമ കൂടി റിലീസിന് ഒരുങ്ങുന്നു. ചിത്രത്തിൻ്റെ പേര് അറാം എന്നാണ്. സിനിമയിൽ ഒരു കളക്ടറുടെ റോളാണ് നയൻതാരയ്ക്ക്. കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു ഗ്രാമവും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള സംഭവവികാസങ്ങളുമാണ് സിനിമയുടെ പ്രമേയം. അതിൽ ശക്തമായി ഇടപെടുന്ന ഒരു കളക്ടറായിട്ടാണ് നയൻതാര ചിത്രത്തിൽ എത്തുക. വൈകാതെ ഈ സിനിമയുടെയും റിലീസ് പ്രതീക്ഷിക്കുന്നു. காட்டூர் கிராமத்தில் கூலி விவசாயியின் மகளான நிறுத்துமா, இங்க என்னமா விவசாயம் இருந்தது? காலங்காலமா சோறு போட்டனெல்லாம் கையில் இல்லை. நாம் எல்லாம் தரையில போட்ட மீன் ஆயிட்டோம். தாகம் எடுத்து சாகிறத தடுக்கிறதுக்கு இந்த உலகத்துல என்னமா மருந்து இருக்குது? எல்லாம் கண்ணத்துல வச்சா முன்னேறி அடிக்கிறதா வீரம். என் போராட்டமே இந்த புரிதல் தான். പ്രതികാര കഥകൾ ഇപ്പോൾ സിനിമയിൽ ട്രെൻഡാവുകയാണ്. ബോളിവുഡിൽ 2 ചിത്രങ്ങളാണ് ആ ഗണത്തിൽ വരുന്നത്. രവീണ ടണ്ടൻ അഭിനയിക്കുന്ന മാതൃ എന്ന ചിത്രം, പിന്നാലെ വരുന്നു ജൂലൈയിൽ റിലീസിനൊരുങ്ങിക്കൊണ്ട് ശ്രീദേവി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മോം എന്ന ചിത്രം. അക്ഷയ് ഖന്ന, നവാസുദ്ദീൻ സിദ്ദിഖി തുടങ്ങിയ പ്രമുഖരായ അഭിനേതാക്കൾ ഈ സിനിമയിലുണ്ട് എന്നതും പ്രത്യേകതയാണ്. ഈ ചിത്രത്തിലും അമ്മയുടെ പ്രതികാരം തന്നെയാണ് മുഖ്യ വിഷയമാകുന്നത്. गलत और बहुत गलत में से चुनना हो तो आप क्या चुनेंगे? ഇനി ഒരു രസകരമായ കഥ പറയുന്ന ചിത്രമാണ് മലയാളത്തിൽ സോൾട്ട് മാംഗോ ട്രീക്ക് ഇറങ്ങിയിരിക്കുന്നു. അത്തരത്തിൽ സമാനമായ ഒരു പശ്ചാത്തലവുമായി ഒരു സിനിമ വരുന്നു. ബോളിവുഡിൽ നിന്നും ഹിന്ദി മീഡിയം എന്നാണ് സിനിമയുടെ പേര്. ഇർഫാൻ ഖാനാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മക്കളെ വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കാനുള്ള അച്ഛനമ്മമാരുടെ ആഗ്രഹവും അതിനോട് ചുറ്റിപ്പറ്റിയുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമൊക്കെയാണ് ഹിന്ദി മീഡിയത്തിൽ അവതരിപ്പിക്കുന്ന ട്രെയിലറാണ് ഈ ആഴ്ച ഇറങ്ങിയിരിക്കുന്നത്. റിലീസും വൈകാതെ പ്രതീക്ഷിക്കും. She is everything a parent could want. Bright, industrious, but most importantly to us, honest and humble. We are very blessed to have Pia as our daughter. क्या बात है सर, क्या बात है सर, क्या बात है, ये बात है. अरे सर क्या बात है, पहचानो नहीं, अरे हमारी बच्ची है किसी और की बच्ची है.
यार घर चेंज कर लिया, टीवी एक्सचेंज कर लिया, अब तू मुझे एक्सचेंज ना कर लियो मिट्टू। आज से मिट्टू मिट्टू कहना बंद करो प्लीज। मिट्टू ना बुलाऊं, क्या बुलाऊं तुझे? तुम मुझे बुलाना, क्या बुलाओगे मुझे? अन्नी 4 स्कूलों के रिजल्ट आ गए, हमारे पिया का नाम नहीं आया कहीं। एक ऑप्शन है, फॉर्म भर दीजिए ना, गरीब कोटा से। अब कुछ नहीं हो सकता, आपको गरीब थोड़ी बन जाएंगे। तो बन जाते हैं ना गरीब। हैं? क्या कहा? क्या हुआ? कहाँ पे? क्या हुआ? क्या हुआ? क्या हुआ? अरे भाई साहब, क्या है? क्या है ये? ये देखो भाई साहब, ये है डेंगू चिकनगुनिया। अरे यार, इस देश में अंग्रेजी जबान नहीं है, क्लास है राज, क्लास। जैसे चमकेंगे देखे है साडी अखियां ने ए सपने अमरा दे। और इस क्लास में घुसने के लिए एक अच्छे स्कूल में पढ़ने के अलावा और कोई रास्ता नहीं। पिया, फ्रॉम आज से ना केवल इंग्लिश ओनली। मम्मा इट्स हॉट। एक जिंदगी मेरी सवारिशा, एक एक मैं पूरी करा। today God promise I speak English because English is India and India is English. ഹോളിവുഡ് വലിയ മാർക്കറ്റായി ഇന്ത്യയെ കണ്ടു തുടങ്ങിയിട്ട് കാലമേറെയായിരിക്കുന്നു. ഇപ്പോൾ അത് പ്രാദേശിക തലങ്ങളിലേക്കും ഇറങ്ങുകയാണ്. ഹോളിവുഡ് ചിത്രങ്ങൾ ഹിന്ദി മാത്രമല്ല മറ്റ് പ്രാദേശിക ഭാഷകളിലേക്ക് കൂടി ഡബ് ചെയ്തു എത്തുന്നതെന്നാണ് പ്രത്യേകത. സ്പൈഡർമാൻ ഹോം കമ്മിങ് ആണ് ഈ ഗണത്തിൽപ്പെടുന്ന ഏറ്റവും പ്രധാന ചിത്രം. മലയാളത്തിലും ഈ സിനിമ തിയേറ്ററുകളിലെത്തും എന്നതാണ് പ്രത്യേകത. ടോം ഹോളൻഡാണ് ഇതിലെ നായക വേഷത്തെ അവതരിപ്പിക്കുന്നത്. സ്പൈഡർമാൻ സീരീസിലെ റീബൂട്ട് സീരീസിലെ 2ാം ഗണത്തിൽ വരുന്ന സിനിമ. എന്തായാലും ഒട്ടേറെ മറ്റ് ശ്രദ്ധേയരായ ഹോളിവുഡ് താരങ്ങളുമൊക്കെ അണിനിരക്കുന്ന സിനിമയാണ്. ഇത്തവണ സ്പൈഡർമാനെ മലയാളം സംസാരിക്കുന്നതായി നമുക്ക് കാണാം ട്രെയിലർ. അപ്പോൾ ഒരു അവഞ്ചർ ആവാൻ വല്ല ട്രയൽസ് അല്ലെങ്കിൽ ഇന്റർവ്യൂ? ഒരു ഉപകാരം ചെയ്യാമോ? നിനക്ക് ഈ ചുറ്റുവട്ടത്തിലെ നല്ലവനായ സ്പൈഡർമാൻ ആയിക്കൂടെ? ഈ ലോകത്തെ ധനികർ സാക്കിനെ പോലത്തെ ഞങ്ങളെ പറ്റി ചിന്തിക്കാറേയില്ല. ലോകം മാറുകയാണ് ബോസ്. No, 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 no. അയാൾ ഇപ്പോഴും അവിടെയുണ്ട്. ഇത് ഞാൻ തന്നെ ചെയ്താലേ മതിയാവൂ. വീണ്ടും ഹോളിവുഡിലെ മറ്റൊരു റീബൂട്ട് സീരീസിലേക്കാണ്. ദി മമ്മി വീണ്ടും എത്തുന്നു. ആ ഗണത്തിലെ ആദ്യ ചിത്രം ടോം ക്രൂസ് നായക വേഷത്തിലെത്തുന്നു. കർട്സ്മാനാണ് സംവിധാനം. ജൂലൈയിലാണ് സിനിമയുടെ റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത്. വലിയ വിഷ്വൽ എഫക്ട്സിൻ്റെ സംവിധാനങ്ങളോടൊക്കെ ഒരുങ്ങുന്ന സിനിമ മുൻ ചിത്രങ്ങളെ വെല്ലുന്ന രീതിയിൽ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. You are alive because you were chosen. Chosen? By what? Evil. The ultimate evil. Legend has it she's a being of unimaginable powers. Now she's using you to regain them. Oh my God. She will not stop until she has remade our world into her own. Just stay with me. I'm scared. I'm gonna figure this out. Don't leave me. You can't run. You can't escape. She's got plans for you.